ഞാൻ നാട്ടിലൊരു വാടക വീട്ടിൽ കഴിയുമ്പോൾ എനിക്കൊരു ടെലിഗ്രാം ശ്രീ സത്യനന്ദിക്കാട് അയക്കുകയാണ്. റീച്ച് ഇമ്മീഡിയറ്റ്ലി, ചെന്നൈയിൽ നിന്നാണ്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടില്ലെങ്കിലും അധികം വൈകാതെ ചെന്നൈയിലെത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ ഇടത്തരക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇടത്തരക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റൊക്കെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനല്ല. നിങ്ങൾ ആളുകളുടെ ഡേറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ഇന്ന ഡേറ്റിൽ എനിക്ക് എഴുതാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നേ പറയാൻ പറ്റും. ഞാനൊരു ഒരു എഴുത്തുകാരനാണോ എന്ന് തന്നെ എനിക്ക് ശരിക്ക് പിന്നെ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്തൊരു സമയത്താണ് എന്നോടിത് പറയുന്നതും ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ മറുപടി പറയുന്നത്. അങ്ങനെ 1985 TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു കഥയുണ്ടാക്കി, തിരക്കഥയുണ്ടാക്കി സിനിമയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു നടനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല, എഴുത്തുകാരനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല. അവിചാരിതമായും ഒക്കെ സംഭവിച്ചു പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീ സത്യനന്ദിക്കാട്.